പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുകയും നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് പാകിസ്ഥാനെ സഹായിക്കാനായി ഇന്ത്യ ഇറങ്ങുന്നു എന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്, അതിന്റെ സത്യാവസ്ഥ? ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. അപ്പോൾ ഇത് പ്രകാരം ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ആശയവിനിമയം ഇന്ത്യയും പാകിസ്ഥാനും അതിനുശേഷം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുമായി ബന്ധപ്പെട്ട ഇൻഡസ് വാട്ടർ ട്രീറ്റി അതിൻ്റെ യാതൊരു പരിപാടിയും ഇൻഡസ് വാട്ടർ കമ്മീഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ഇത് പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും അത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തുന്നത്. പക്ഷേ ഈ ഒരു സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും തൽക്കാലത്തേക്ക് ഇപ്പം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അവിടെ മഴക്കാലമാണ്, വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തവി എന്ന് പറയുന്ന ഒരു നദി അവിടെ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 12 അടി വരെ എത്തി. 12 അടി ഉയരത്തിക്കഴിഞ്ഞാൽ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കണം. 17 അടി ഉയരം വരെ അതിൻ്റെ ജലനിരപ്പ് എത്തിയാൽ പിന്നെ ഡേഞ്ചർ മാർക്കാണ്, അത് പ്രളയ മുന്നറിയിപ്പ് വരുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ 12 അടിയിലെത്തിയപ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചാൽ വേണമെങ്കിൽ ഇന്ത്യക്ക് അത് ഇന്ത്യയിലെ ടെറിട്ടറിയിൽ മാത്രം വേണമെങ്കിൽ ഒതുക്കാമായിരുന്നു. പക്ഷേ ഇത് താഴത്ത് പാകിസ്ഥാനിലെ ജനങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ത്യ ഈ ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാനെ അറിയിച്ചു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും, ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഇപ്പം നിശ്ചലമായിരിക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടും. കാരണം ആ മാർഗം വഴി പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തു വന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യ നയതന്ത്ര ഇടപെടലാണ് നടത്തിയത്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അവർ വഴിയാണ് ഇക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചത്. അതനുസരിച്ച് അവർ ഈ പറയുന്ന തവി നദീ തീരത്തെ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയും അവിടെ അപകട സ്ഥിതി ഉള്ള ആൾക്കാരെയൊക്കെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ തവി എന്ന് പറയുന്നത് നമ്മുടെ കൈലാഷ് കുന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് ഇന്ത്യയിലെ ഉധംപൂർ, ജമ്മു ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒഴുകി പിന്നീട് പാകിസ്ഥാനിലെ സിയാൽകോട്ടിലോട്ട് പ്രവേശിച്ച് പഞ്ചാബിലെ എത്തിച്ചേരുന്ന ഒരു നദിയാണ് ഈ തവി നദി. അതുമാത്രമല്ല, ഇത് നമ്മുടെ ചെനാബ് എന്ന് പറയുന്ന ഈ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞാൽ ഈ സിന്ധു നദിക്ക് പുറമെ ചെനാബ് നദിയും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെനാബ് നദിയുടെ ഏറ്റവും വലിയൊരു പോഷക നദികളിലൊന്നാണ് ഈ തവി നദി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പാകിസ്ഥാൻ ആ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ അത് ചിത്രീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇക്കാര്യത്തിൽ ഒരു നയതന്ത്ര ഇടപെടൽ എന്ന തരത്തിലാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നദികളിൽ പ്രളയ സമാന അന്തരീക്ഷം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം മാത്രം കശ്മീർ ആ മേഖലയിൽ 800ഓളം പേരാണ് ഈ പ്രളയ കെടുതികളിൽ അല്ലെങ്കിൽ മഴക്കെടുതികളിൽ മരിച്ച ഇതുവരെ. നമുക്ക് ഇനിയും ഒരു 3 മാസം മിനിമം കിടപ്പുണ്ട്. അപ്പോൾ ഈ ജമ്മു കാശ്മീർ മേഖലയിൽ ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഈ പെട്ടെന്നുള്ള അതായത് മേഘവിസ്ഫോടനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ക്ഷണനേരം കൊണ്ടുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന പ്രളയ മുന്നറിയിപ്പ് ഇതെല്ലാം ഇന്ത്യയിലുള്ള ജനങ്ങളെ മാത്രമല്ല ബാധിക്കുക, അത് ഈ നദി ഒഴുകിയെത്തുന്ന താഴ്വാരത്തുള്ള പാകിസ്ഥാനിൻ്റെ പ്രദേശങ്ങളെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുക. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിലാണ് ഇന്ത്യ ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. അത് പാകിസ്ഥാനും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അവർ ആ രീതിയിൽ തന്നെ ഉചിതമായി പ്രതികരിച്ചു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും ഈ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗീർവാണം പാകിസ്ഥാൻ നിർത്തുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. പ്രത്യേകിച്ചും അവിടുത്തെ നിലവിലെ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞത് സിന്ധു നദീജല കരാർ അത് പുനഃസ്ഥാപിക്കപ്പെടണം, ഇന്ത്യ അവിടെ അണകെട്ടി ആ നദീ ജലം തടഞ്ഞു വെക്കുകയാണെങ്കിൽ അവർ മിസൈലുകൾ മിനിമം 10 മിസൈലെങ്കിലും അയച്ച്
ആ അണക്കെട്ട് തകർത്ത് കളയും. മിസൈലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ഷാമമൊന്നുമില്ല, ഇഷ്ടംപോലെ മിസൈൽ ഞങ്ങളുടെ കൈവശമുണ്ട്, അതുകൊണ്ട് അതെടുത്ത് പ്രയോഗിക്കും. അതായത് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം തന്നെയാണ് സൈനിക മേധാവി നടത്തിയത്. അവരുടെ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള വെള്ളം വിട്ടുകിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ സമയത്ത് അവർ പറഞ്ഞത് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെയാണ്. ഇപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പിന്നോക്കം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ. അത് അങ്ങനെ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഭീഷണിയിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള പ്രധാന കാരണം അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇറാൻ ഇങ്ങനെ നിരന്തരം ആണവ ഭീഷണി മുഴക്കുന്നൊരു രാഷ്ട്രം എന്ന നിലയിൽ ഞങ്ങളും ആ രീതിയിൽ നിരന്തരം ആണവ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നാൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര നടപടി ഞങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്നുള്ള ഭയം അല്ലെങ്കിൽ തിരിച്ചറിവാണ് പാകിസ്ഥാന് നിലവിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ആണവായുധ പ്രയോഗം നടത്തും എന്നുള്ള ഭീഷണിയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നത്. പക്ഷേ അവിടുത്തെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും നേരത്തെ എടുത്ത നിലപാട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള വിഷയങ്ങൾ ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ സന്നദ്ധമാണ്. പല വേദികളിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതാണ്. സിന്ധു നദീജല കരാർ മാത്രമല്ല, അതിർത്തി തർക്കം, അതേപോലെ പാക് അധീന കാശ്മീർ സംബന്ധിച്ചുള്ള വിഷയം, അതേപോലെ തീവ്രവാദം, വ്യാപാരം, മറ്റേ ഗതാഗത സംവിധാനങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ചർച്ചയാകാമെന്നാണ് ഷഹ്ബാസ് ഷെരീഫ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഷഹ്ബാസ് ഷെരീഫും പറയുന്നത് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ്. ഈ സിന്ധു നദീജല കരാർ പ്രകാരം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നുള്ള നിലപാടാണ് ഷഹ്ബാസ് ഷെരീഫ് എടുത്തിരിക്കുന്നത്. അതേപോലെ അവരുടെ ഭരണകക്ഷിയിൽ ഇപ്പോൾ ഉള്ള ഘടകകക്ഷിയായ ബിലാവൽ ഭൂട്ടോ, അദ്ദേഹം ഇപ്പോഴും നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരെ യുദ്ധം വേണം, അത്തരത്തിൽ യുദ്ധം ചെയ്യാൻ അത് പാകിസ്ഥാൻ ജനത സന്നദ്ധമായി നിൽക്കണം, പാകിസ്ഥാൻ അവകാശപ്പെട്ട ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാൻ വിട്ടുകൊടുക്കില്ല, അത് പാകിസ്ഥാൻ അവകാശപ്പെട്ടതെന്ന് അത് കിട്ടിയേ പറ്റൂ എന്നുള്ള നിലപാടാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹം ഒന്നല്ല പലവട്ടം ഇന്ത്യക്കെതിരെ യുദ്ധാഹ്വാനം നടത്തിയ നേതാവാണ് ബിലാവൽ ഭൂട്ടോ. അപ്പോൾ ഇത്തരത്തിൽ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാൻ്റെ മുറവിളികൾ തുടരുകയാണ്. പക്ഷേ ഇന്ത്യ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് റദ്ദ് ചെയ്തതെങ്കിലും കാലങ്ങളായി പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണ പ്രശ്നങ്ങൾ, ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങൾ, അതേപോലെ പാകിസ്ഥാൻ അവിടെ സംരക്ഷിച്ചിരിക്കുന്ന ഭീകരവാദികളെ ഇന്ത്യക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യം, ഇക്കാര്യത്തിലൊക്കെ അനുഭാവപൂർവമായ നടപടി ഉണ്ടാകാത്ത പക്ഷം സിന്ധു നദീജല കരാർ ഇനി പുനഃസ്ഥാപിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. അതിൽ തന്നെയാണ് തുടരുന്നത്. പക്ഷേ ഇവിടെ വേറൊരു ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടായി. ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്ന സംഗതി അത് വേൾഡ് ബാങ്ക് പിന്തുണയുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് ആർബിട്രേഷൻ കോടതി ഉണ്ടായി. ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു സംഗതിയായെന്ന നിലയിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു അദാലത്ത് പോലെയുള്ള സംഗതിയാണ് ഈ ആർബിട്രേഷൻ കോടതി. ഇപ്പോൾ ഈ ആർബിട്രേഷൻ കോടതി നേരത്തെ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ ആർബിട്രേഷൻ കോടതിയുടെ സാധുതയെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ആർബിട്രേഷൻ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ഈ തർക്കവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്ന വിധി അത് പാകിസ്ഥാനും ഇന്ത്യക്കും ബാധകമാണ്. പക്ഷേ ഇന്ത്യ ആ വാദം തള്ളിക്കളഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതി ഈ ആർബിട്രേഷൻ കോടതി വീണ്ടും ഒരു വിധി പുറപ്പെടുവിച്ചു. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് കൊടുക്കാനുള്ള വെള്ളം ഇന്ത്യ കൊടുത്തേ മതിയാകുന്നു. പക്ഷേ ഇന്ത്യ ഈ കോടതിയുടെ നിലനിൽപ്പിനെ തന്നെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ കോടതി വിധി പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. അപ്പോൾ ഈ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള തർക്കം അത് മുറുകി അത് പരിഹരിക്കാനാകാത്ത വിധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പാകിസ്ഥാനിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ കരുതി എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ, മാനുഷിക പരിഗണന നൽകി ഇത്തരം സുരക്ഷാ മുന്നറിയിപ്പുകളടക്കം നൽകാൻ സാധിക്കുമോ എന്നുള്ള വിഷയത്തിൽ ഇന്ത്യ വളരെ ഉദാരമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ തവി നദിയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുക.